അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്, നേരത്തെ ശ്രീ രാജൻ അങ്ങ് വോക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വോക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. ആ വോക്കൌട്ട് പ്രസംഗത്തിൽ ചെയ്യേണ്ട നടപടിക്രമം അങ്ങക്കറിയാം. അതിൽ നിന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ദയവായി പോകരുത്. കൂലിപ്പണി രാജന്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തൊരു ഗതികേടാണെന്ന്. സതീശൻ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ 102, ഞാനടക്കം 102 ആളുകൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി സ്പീക്കർ അതിൽ പെടൂലെന്ന്. ഏത് നമ്മളെ തിരുവഞ്ചൂര് അതിൽ പെടൂലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്താപ്പം ചെയ്യുക, പ്രതിപക്ഷ ഉപനേതാവാകാൻ സ്വപ്നം കണ്ട് നടന്ന് സഭയിലെ പ്രതിപക്ഷ നിരയിലെ രണ്ടാമതായി ഇരിക്കാൻ സ്വപ്നം കണ്ട് നടന്ന രാജന് അത് പറ്റാതെ വന്നപ്പോൾ പോരാത്തതിന് സ്പീക്കർ അടക്കം ട്രോളാണ്. ഇത് കാലം മാറി എന്നുള്ളത് കൊണ്ട് വലിയ വലിയ രീതിയിലെ തിരിച്ചടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന CPM-ന്റെ പ്രതിനിധികളാണെങ്കിലും CPI-യുടെ പ്രതിനിധികളാണെങ്കിലും നേരിട്ട് കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടികളാ. ആ തിരിച്ചടികൾ എന്ന് പറയുന്നത് ചില്ലറയൊന്നല്ല. കാരണം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിക്കുക. സതീശൻ ഒരു ഭാഗത്ത് നിന്ന് നേതൃത്വം നൽകുന്നത് സതീശൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകുന്ന അത് ഏറ്റുപിടിക്കാൻ പലരുണ്ട്. VT ബൽറാമുണ്ട്. ഇപ്പം മന്ത്രിമാരൊക്കെ ഒരു മയത്തിലെ വർത്താനം പറയുന്നുള്ളൂ. ഏത് മന്ത്രിമാരൊക്കെ ചെറിയ ചെറിയ വർത്താനൊക്കെ അവർ പറയുന്നുണ്ട്. ഏത് പഴയ പുലികളാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം PK ബഷീർ എങ്ങാനും മന്ത്രി അല്ലെങ്കിൽ അയാൾ നിയമസഭയിൽ ഒരു MLA ആണ്, ഒരു മന്ത്രി അല്ലായിരുന്നെങ്കിൽ PK ബഷീറിൻ്റെ ഒക്കെ വർത്താനം ഇങ്ങനെ ഇരിക്കുമോ? ഇപ്പം മന്ത്രി ആയതുകൊണ്ട് എന്താ പ്രശ്നം? ഒരു വിട്ടൊരു വർത്താനം പറയാൻ പറ്റുന്നില്ല. എന്നാലോ അതിൻ്റെയും ബേക്കിൽ ആരൊക്കെ ഇരിക്കണേ? അതിൻ്റെയും ബേക്കിൽ VT ബൽറാം, VP സജീന്ദ്രൻ, M വിൻസെന്റ്, PK ഫിറോസ് എന്ന് വേണ്ട ഒരൊന്നൊന്നര മുതലാളി ബേക്കിലിരിക്കുക. അപ്പോ കൂലിപ്പണിക്കാരെ രാജൻ പറയാണ്, സാർ ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുകയാണ്. ആയിക്കോട്ടെ, വേണമെങ്കിൽ ഇരുന്നോളിയടോ, ഇല്ലെങ്കിൽ പോയിനടോ. ആരാ പറയുന്നത്? സ്പീക്കർ. എന്നാ പിന്നെ ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ, നിങ്ങൾ പോയിക്കോ യല്ലാ സുറ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പോയിക്കോ, ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. സ്പീക്കർ അത് പറഞ്ഞതേ രാജന് ഓർമ്മയുള്ളൂ. രാജന് തോന്നി എന്ത്, ഈ വാക്കൗട്ടും വേണ്ടിയിരുന്നില്ല, എന്തിന് MLA പോലും ആകേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് ഇപ്പം രാജനുള്ളത്. കാരണം നിയമസഭയിലെ സിറ്റുവേഷൻ അങ്ങനെയാ. ഇപ്പം കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞില്ലേ, ഏത് ഈ ചുടുവെള്ളത്തിൽ വീണ കോയിൻ്റെ അവസ്ഥയാണെന്ന്. ഇതിപ്പോൾ അതൊന്നല്ലെന്നേ, അതിനേക്കാളും വലിയ പരിതാപകരാ. ഇതിപ്പോൾ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഏതാ ബാറ്റിൽ നോക്ക് പിടിച്ചിട്ട് ഈ ബാത്റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ ഒരു നിപ്പുണ്ടല്ലോ, അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, ബെഡ്റൂം വരെ പോകാൻ പറ്റില്ല എന്ന്. കാരണം എന്താ, ബെഡ്റൂമിൽ പോയാൽ ചിലപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഓടിയിട്ട് ബാത്റൂമിലേക്ക് എത്തൂല. അതിൻ്റെ മുമ്പ് ഇത് ആകെ പൊട്ടി ചീറ്റി നാശി കുശിയാകും. അപ്പോൾ എന്താക്കും, ഈ ബാറ്റിൽ നോക്കി പിടിച്ച ആൾക്കാർ ബാത്റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. ഇതെപ്പാ വരിക എന്ന് അറിയാൻ പറ്റില്ല. ബാത്റൂമിലാണെങ്കിൽ കയറിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കാട്ടാന്ന് വിചാരിക്കുക. ഇപ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ വീടിൻ്റെ സെൻട്രൽ ഹാളിലോ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയൻ്റെ അവിടെയൊക്കെ അങ്ങോട്ട് പൊട്ടി ചീറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അയ്യയ്യയ്യ, ആകെ എരപ്പാകൂലേ? അതന്നെ അവസ്ഥ ഇപ്പം ഈ വരുത്. അതിപ്പോൾ പിണറായി വിജയൻ്റെ ആണെങ്കിലും ശരി, രാജൻ്റെതാണെങ്കിലും ശരി, ഗോപാലൻ്റെതാണെങ്കിലും ശരി, എല്ലാവർക്കും ഇതാണ് അവസ്ഥ. ആകപ്പാടെ ഈ ബാറ്റിൽ നോക്കി ഇളകിയതിൻ്റെ അവസ്ഥ. തിരിയാനും മറിയാനും പറ്റുന്നില്ല. ഏറ്റവും പ്രധാനി ആരാ? സതീശൻ എന്ന് നമ്മൾ കരുതി. ഇപ്പോൾ പിടിച്ചതിലും വലിയ മാളത്തിൽ എന്ന് പറഞ്ഞ മാതിരിക്ക് ഞാൻ വിചാരിച്ച ഇപ്പം മന്ത്രിമാരൊക്കെ ഒന്ന്, ഇപ്പോൾ KM ഷാജി, PK ബഷീർ ഒക്കെ അടങ്ങിയ സംഘം
ഒരു ഒരു എന്താ പറയേണ്ടത്, ഒരു സംയമനത്തോടു കൂടി ഒരു എന്താ പറയുക, മന്ത്രി കസേരയിൽ എന്നുള്ളത് കൊണ്ട് ഒരു പൊടിക്ക് അടങ്ങിയിട്ടാ ഓലൊക്കെ പോണത്. മനസ്സിലായില്ല? PC വിഷ്ണുവിൻ്റെ അത് ഒക്കെ ഒരു പൊടിക്കടങ്ങിയിട്ടാ പോണേ. അപ്പം ഞാൻ കരുതിയേ ആ കൂട്ടത്തിൽ സ്പീക്കറാണല്ലോ തിരുവഞ്ചൂര്, മൂപ്പരും ഒന്ന് അടങ്ങി ഒരു മര്യാദയിൽ, മര്യാദ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മര്യാദ ഇല്ല എന്നല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു സമാധാനത്തിൽ വല്ലാണ്ട് അങ്ങോട്ട് കുത്തി നോവിക്കാതെ എന്നാ ഇടക്കിടക്കൊരു നുള്ളു കൊടുക്കും ചെയ്യും. ആ രീതിയായിരിക്കും തിരുവഞ്ചൂരിൻ്റെതാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ സതീശനെക്കാളും വലിയ ആളാരാ? അതിപ്പോൾ തിരുവഞ്ചൂർ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഇടപെടലുകൾ. അതാപ്പോൾ കൂലിപ്പണിക്കാരൻ രാജന് കുറച്ച് കാലമായിട്ട് കരച്ചിൽ മാത്രം ബാക്കി. ഇതെപ്പോൾ തുടങ്ങിയതെന്ന് വെച്ചാൽ മൂപ്പര് വയനാട്ടിൽ പോയിട്ട് മേശിട്ടിട്ട് അതിൻ്റെ മേലെ കയറിയിട്ട് ആ പേപ്പർ ഇട്ട ഒരു സീനുണ്ടായിന്. ഏത്, നിങ്ങൾ വീടുകളിലൊക്കെ വെച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലികളൊക്കെ കുറിച്ച് ആ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. പുട്ടിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വാളിലും സീലിങ്ങിലൊക്കെ പുട്ടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് പിടിച്ചിട്ട് ആ പുട്ടി ഇങ്ങനെ ഒരതി മിനുസാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി പോലെ മൂപ്പര് ഒരു മേശയൊക്കെ വലിച്ചു വാരിയിട്ട് മൂപ്പര് ആ പേപ്പർ കൊടുത്തിട്ട് 4 വരതലാ. അന്ന് മുതൽ തുടങ്ങിയതാ ഈ കരച്ചിൽ. കൂലിപ്പണിക്കാരൻ രാജൻ അന്ന് മുതൽ തുടങ്ങി മൂപ്പരെ പ്രശ്നം. ആ കരച്ചിൽ ഇപ്പം തീർന്നിട്ടില്ല. നീ എന്താ ഇപ്പം ചെയ്യുക? പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കസേര വേണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞ് നീയൊക്കെ എൻ്റെ അടിമയായിട്ടിരുന്നവനാ. അപ്പോൾ അടിമയായ നീ, പിണറായി വിജയന് വേറെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്ത്, PM ശ്രീയിൽ പോയി മുണ്ടിട്ടപ്പോൾ അതാകെ അലമ്പാക്കിയത് ശരിക്കും കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഒന്നല്ല. പിണറായി വിജയന് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയത് ഈ രാജനും ടീമുമാണ്. മനസ്സിലായില്ലേ? രാജനും ടീമും വലിയ പ്രതിസന്ധിയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പിണറായി വിജയന് PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. രണ്ടാമതൊരു കത്ത്, ഏത് ക്യാപ്റ്റൻ അബയൻസ് ആണെങ്കിലും കൂടി ഒരു കത്ത് അയക്കേണ്ടി വന്നത്. അങ്ങനെ കത്തയക്കാൻ പോലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പം അതിനൊക്കെ കാരണക്കാരെ ഈ രാജനും ടീമുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയൻ അന്ന് എന്നെ അങ്ങനെ ഇടങ്ങാറാക്കി ഇമ്മ വരപ്പിച്ച്. ഉപനേതാവിൻ്റെ കസേര വേണം അല്ലേ? ഒരു ഉപനേതാവിൻ്റെ കസേരയും ഇല്ല. അവിടെ ഇരിക്കും, എൻ്റെ അപ്പുറത്ത് ബാലഗോപാലനിരിക്കും. പിണറായി വിജയൻ നോക്കുമ്പോൾ ഗോപാലനാണോ കൂലിപ്പണിക്കാരൻ രാജനാണോ നല്ല അടിമ മുന്തിയ ഇനം ഏതെന്ന് നോക്കുമ്പോൾ അത് ഗോപാലൻ തന്നെയാണ് പിണറായി വിജയൻ്റെ കണ്ണിൽ കേട്ടോ. ഞാൻ പറയുന്ന നാട്ടുകാരുടെ കണ്ണിലല്ല, പിണറായി വിജയൻ്റെ കണ്ണിൽ അത് ആരാണ്? ഈ പറയുന്ന കൂലിപ്പണിക്കാരൻ രാജൻ തന്നെയാണ് ആ ഒരു മുന്തിയ അടിമ എന്ന് പറയുന്നത്. അപ്പം മൂപ്പരെന്താക്കി? ആ രീതിയിൽ അങ്ങോട്ട് നിന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെങ്കിലും രാജൻ്റെ കരച്ചിൽ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. വല്ലാത്തൊരവസ്ഥയാണെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ? ഒരു ഭാഗത്ത് സതീശൻ അങ്ങനെ അടിച്ച് നിലം പരിശാക്കുക. ഇപ്പോൾ പണ്ടൊക്കെ കാട് വീശാൽ നമ്മൾ അരിവാള് വെച്ചിട്ടായിരുന്നു കാട് വീശാൻ അല്ലേ? മരം വെട്ടാൻ ഒരു കത്തി വേറെ ഉണ്ട്, വെട്ടുകത്തി എന്നൊക്കെ പറയുന്ന, കൊടുവാൾ എന്നൊക്കെ പറയുന്ന, നമ്മളെ കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ പല പേരാണ് അതിന്. മരം മുറിക്കാനും മരം വെട്ടാനൊക്കെ ഒരു കത്തി വേറെ ഉണ്ട്. എന്നാൽ ഈ ചെറിയ ചെറിയ പുല്ലൊക്കെ പൊന്തും. മഴക്കാലമായപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ ചുറ്റുപാടത്തിലൊക്കെ ഇതുണ്ടാകും. ഈ പുല്ലൊക്കെ പൊന്തിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചെടികളൊക്കെ പൊന്തിയ ഒരു കാട് വീശി ഒഴിവാക്കാൻ അതിന് വേറെ തന്നെ കുറച്ചും കൂടി ഇങ്ങനെ വളഞ്ഞ ഒരു അരിവാൾ എന്ന് പറയുന്ന കത്തിയാണ് നമ്മൾ ഉപയോഗിക്കുക. അല്ലേ? ആണല്ലോ. അപ്പോൾ ഈ അരിവാള് ഉപയോഗിക്കും പോലെ സതീശനിപ്പോൾ അരിവാളും കൊണ്ടല്ല കച്ചറ വെട്ടി ക്ലീൻ ആക്കുന്നത്. സതീശനിപ്പോൾ പണ്ടൊക്കെ അരിവാളായിരുന്നു, ഇപ്പോൾ പുല്ല് വെട്ടാൻ വേറെ തന്നെ ഒരു മെഷീൻ വന്നിട്ട് ഇങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി അല്ലേ? ഇപ്പം അങ്ങനെയാണല്ലോ. അതുപോലെയാണ് സതീശൻ ഈ പറയുന്ന നിയമസഭക്കകത്ത് കയറി കഴിഞ്ഞാൽ. സതീശൻ നിയമസഭക്ക് കയറി ഈ മെഷീനും കൊണ്ട് അരിവാളും കൊണ്ടല്ല മൂപ്പര് കയറണേ. അങ്ങോട്ട് ആന കരിമ്പും കാട്ടിൽ ഇറങ്ങിയ മാരിക്ക് എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇപ്പം ആ പഴഞ്ചൊല്ലൊക്കെ മാറ്റി. ഇപ്പം എന്താ പഴഞ്ചൊല്ല്? ഇപ്പോൾ സതീശൻ നിയമസഭയിൽ ഇറങ്ങിയ പോലെ എന്നുള്ളതാണ് പഴഞ്ചൊല്ല്. അങ്ങോട്ട് അടിച്ചങ്ങോട്ട് നാശാക്കാണ് ഒരു ഭാഗത്ത് സതീശൻ. പിന്നെയോ
ഇനിയിപ്പോൾ സതീശന് പിന്നിലാണെങ്കിൽ ഈ പറയുന്ന VT ബൽറാം, വിൻസെന്റ്, PK ഫിറോസ്, അതുപോലെ VP സജീന്ദ്രൻ, മുഹമ്മദ് ഷിയാസ്, അങ്ങനെ തുടങ്ങി ഒരൊട്ടനവധി ആളുകൾ സതീശൻ്റെ പിന്നിൽ. ഇനി സതീശൻ്റെ മുന്നിലോ? സതീശൻ്റെ മുന്നിലാണെങ്കിൽ ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്താപ്പ ചെയ്യുക? ആകെപ്പാടെ വയറ്റിൽ നോക്കി പിടിച്ചോൻ്റെ ഇടങ്ങാറ്. എരപ്പത്തരം എന്നല്ലാണ്ട് എന്താപ്പ പറയേണ്ടത്? ആകെ ഇടങ്ങാറുന്നേ, കരച്ചിലോട് കരച്ചില്. ഇതിപ്പോ നമ്മളെ കുട്ടികളെ LKG ചേർത്തിയാലൊരു അവസ്ഥ ഉണ്ടാവും. എന്താ, ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വലിയ കരച്ചിലായിരിക്കും. കൊണ്ടുപോയി വിട്ടിങ്ങിട്ട് വരാൻ പറ്റൂല. സ്കൂളിൻ്റെ പടി എത്തുന്നവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. സ്കൂളിൻ്റെ ഗേറ്റ് അങ്ങോട്ട് കടന്നാൽ തുടങ്ങും ഈ കുട്ടികൾ കരച്ചിൽ. ഇതാണ് അവസ്ഥ. നിയമസഭയിൽ വന്നിട്ട് അങ്ങോട്ട് കരഞ്ഞ് മെഴുകാണ് കൂലിപ്പണിക്കാരൻ രാജൻ അടങ്ങുന്ന സമയം. വല്ലാത്തൊരു ഗതികേടാണെന്ന്. ഇപ്പം എന്ത് ചെയ്യാനാ?